വിശുദ്ധ ഖുർആൻ. ചരിത്രത്തിന്റെ ഇന്നലകളിൽ പരിവർത്തനത്തിന്റെ പടപ്പാട്ട് പാടിയ യൂറോപ്പിന്റെ പടിവാതിൽക്കൽ സാഗരം കണക്കെ ചെന്ന് മുട്ടിയ ആർത്തിരമ്പുന്ന തിരമാലകൾ കണക്കെ കൂരിരുട്ടിനെ തള്ളി നീക്കിയ ഇസ്ലാമിന്റെ വെള്ളി രേഖ ഞങ്ങളുടെ കൈവശമുണ്ട്. പൊലിഞ്ഞു പോകാതെ നൂറ്റാണ്ടുകളായി തുടരുന്ന ഈ ആദർശത്തിന്റെ പടപ്പാട്ട് മനുഷ്യന്റെ മനസ്സുകളിലാണ് കോളിളക്കം സൃഷ്ടിച്ചത്. സ്വയം മാറ്റത്തിന് തയ്യാറാകാത്ത ഒരു ജനതയെ ദൈവം പരിവർത്തിപ്പിക്കുകയില്ല. പരിവർത്തനമുണ്ടാകണം എല്ലാ രംഗത്തും. ഞാനെന്ന രാഷ്ട്രീയക്കാരൻ, ഞാനെന്ന സൈന്യാധിപൻ, ഞാനെന്ന കമാൻഡർ, ഞാനെന്ന ബോർഡറിന് പ്രൊട്ടക്ട് ചെയ്യുന്ന പട്ടാളക്കാരൻ, ഞാനെന്ന കേരള പോലീസിൽപ്പെട്ട ഞാനെന്ന പോലീസ് ഉദ്യോഗസ്ഥൻ, ഞാനെന്ന മതപ്രബോധകൻ, ഞാനെന്ന വിദ്യാഭ്യാസ വിചക്ഷണൻ, ഞാനെന്ന സാമൂഹിക പരിഷ്കർത്താവ്, ഞാൻ ഈ ലോകത്തെ നിലനിർത്തേണ്ടവൻ, തന്നാൽ കരേറേണ്ടവർ എത്ര പേരോ താഴത്ത് പായ്ച്ചേറിലാണ്ടിരിക്കെ താൻ മാത്രം ബ്രഹ്മപദം കൊതിക്കും, തപോനിധിക്ക് എന്തൊരു ചാരിതാർത്ഥ്യം എന്ന് ചോദിച്ചിട്ടില്ലേ? നമ്മളിലൂടെ ലോകം കരകയറണം. ഇല്ല, ഞാൻ ഒരിക്കലും തിന്മക്ക് കൂട്ടുനിൽക്കില്ലെന്ന് ഒരു മതപ്രബോധകൻ തീരുമാനിച്ചാൽ, വെള്ളക്കതർ ധരിച്ച രാഷ്ട്രീയ നായകന്മാർ അഴിമതിയും കളവും സ്വജനപക്ഷപാതവും ഭീകരവാദവും തീവ്രവാദവും ബോംബിട്ട് തകർത്ത് അവിടെ വലിയ കൊട്ടാരങ്ങൾ സ്ഥാപിക്കാനുള്ള മോഹമുണ്ടല്ലോ. മതസമൂഹങ്ങൾക്കിടയിൽ പർദ്ദയുണ്ടാക്കി സ്പർദ്ധയുണ്ടാക്കി തീവ്രവാദികളാക്കി മാറ്റി ആയുധങ്ങൾ കൊണ്ട് ആയുധങ്ങൾ മാറ്റുരച്ച് രക്തങ്ങൾ ചീറ്റി ഒലിപ്പിക്കുന്ന മാറാടിന്റെ പൂനാടിന്റെ ഗുജറാത്തിന്റെ ബോംബെയുടെ കലാപത്തിന്റെ മണ്ണിൽ നാം അറിയണം, നശിച്ചു പോയതും തകർന്നു പോയതും മാനവിക ബന്ധങ്ങളാണ് എന്ന് നാം അറിയണം. ലോകം അറിയണം, ലോകം വിലയിരുത്തണം. സ്നേഹമാണ് ലോകത്തിന് നഷ്ടപ്പെട്ടത് എന്ന് നാം അറിയണം. സ്നേഹത്തിൽ നിന്ന് ഉദിക്കുന്നു ലോകം. അപ്പൊ സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്നത്, നമ്മളൊക്കെ ശരിക്കും ഉൾക്കൊള്ളേണ്ട കുറെ കാര്യങ്ങൾ. ഈ കലാപങ്ങളിലൂടെ എല്ലാം മനുഷ്യർക്ക് തകർന്നു പോയത് സ്നേഹബന്ധങ്ങളാണ്. സ്നേഹത്തിൽ നിന്നുദിക്കുന്നു ലോകം, സ്നേഹത്താൽ വൃദ്ധി തേടുന്നു. സ്നേഹമാണകല സാരമൊഴിയിൽ, സ്നേഹിക്ക ഉണ്ണി നീ നിന്നെ ദ്രോഹിക്കുന്ന ജനത്തെയും എന്നാണ്. സ്നേഹത്തിൽ നിന്നാണ് ലോകം ഉദിക്കുന്നത്. സ്നേഹം കൊണ്ടാണ് ലോകം അഭിവൃദ്ധി പ്രാപിക്കുന്നത്. സ്നേഹത്തിലൂടെയാണ് ലോകത്തിന്റെ പുരോഗതി. അതുകൊണ്ട് നീ നിന്നെ ദ്രോഹിക്കുന്നവനെ പോലും സ്നേഹിക്കണം. അതാണ് അതിന് സാധിക്കണം ലോകത്തിന്. കലാപം എന്താണ് എളുപ്പം? കൊല്ലാൻ എളുപ്പമാണ്. ഞാൻ ആലോചിക്കായിരുന്നു, കണ്ണൂരിലൂടെ കടന്നു വരുമ്പോ ഞാൻ ആലോചിക്കാം, CPM-കാര് കാസർഗോഡില്ലേ, BJP-കാരില്ലേ? ഉണ്ട്. കേരളത്തിൽ മുഴുവനില്ലേ? ഉണ്ട്. കണ്ണൂരിനെ പോലെ എന്തേ? കണ്ണൂരിൽ എന്ത് സംഭവിക്കുന്നു? ഞാൻ പറയുന്നു, കണ്ണൂർ ഈ രണ്ട് പ്രസ്ഥാനങ്ങളെയും പിരിച്ചുവിടണം. ഈ രണ്ട് പ്രസ്ഥാനങ്ങളും ഇല്ലാത്ത ജില്ലയായി കണ്ണൂർ മാറുന്നു. മനുഷ്യന്മാരാണ് മോടെ. നിങ്ങൾ ചോദിക്കും എന്തുകൊണ്ടങ്ങനെ? ഞാൻ ധീരമായി പറയുന്നു, രണ്ട് പ്രസ്ഥാനവും ഒരേ തട്ടിലും ഒരേ തീവ്രതയിലും ഒരേ ഫാസിസവും. രണ്ടും ഫാസിസമാണ്. അവിടെ രണ്ടും ഫാസിസമാണ്. നിങ്ങൾ മനസ്സിലാക്കണം. അത് പറയാൻ ചിലർക്ക് ധൈര്യം ഉണ്ടാവില്ല. ഞാൻ ആരോടും അച്ചാരവും വാങ്ങിയിട്ടില്ല, ആരോട് ഉത്തരകാലം ജീവിച്ചോളാന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ പറയുന്നു, രണ്ടും ഫാസിസമാണ്. അവിടെ എല്ലായിടത്തും ഇല്ല. എന്തുകൊണ്ടങ്ങനെയാവും? എന്നിട്ട് നേടിയതോ? ഒന്ന് ചിന്തിക്കുക. ഒരമ്മയുടെ കണ്ണുനീർ, തട്ടമിട്ട ഉമ്മയുടെ കണ്ണുനീർ, പൊട്ടുതൊട്ട അമ്മയുടെ കണ്ണുനീർ തുല്യമാണ് മനുഷ്യരെ. 10 മാസം നൊന്ത് പ്രസവിച്ച ഒരു മാതാവിന്റെ വേദന വേദനയായി കാണാൻ കഴിയണം. ആ വേദനയായി വിലയിരുത്താൻ കഴിയണം. അറിയോ അല്ലേ? അച്ഛനോട് മോള് പറഞ്ഞു, അച്ഛാ എനിക്കിതൊന്ന് പറഞ്ഞു തരണം. മോളെ, അച്ഛൻ ഡിപ്പാർട്ട്മെന്റിൽ വളരെ തിരക്ക് പിടിച്ച ഒരു ഡ്യൂട്ടിയിലാണ്. 5 മണിക്ക് അച്ഛൻ വരും, ഇന്ന് നേരത്തെ വരും എന്ന് പറഞ്ഞുപോയ ഒരു ASIയെ അടിച്ചു കൊന്നു ഈ കേരളത്തിന്റെ മണ്ണിൽ. പ്രതിവിധികളുണ്ടായോ? ആ മകള് കാത്തിരുന്നു. അച്ഛന്റെ ഡെഡ് ബോഡി കൊണ്ടുപോയി കൊടുത്തു. ഞങ്ങളാണ് അത് ചെയ്തെന്ന് പറയാൻ ആർജവമില്ലാതെ പോയ ആളുകൾ. ഞാൻ ചോദിക്കുന്നു, ഇവിടെ പല തീവ്ര പ്രസ്ഥാനങ്ങളും മുസ്ലിങ്ങളിലും കൊന്നിട്ടും കൊലപാതകം നടത്തിയിട്ടും ബോംബിട്ട് ഓടുകയാണോ? നാട് കിടക്കുകയാണോ? ഭീരുക്കളായി ഞങ്ങളാ ചെയ്തെന്ന് പറയാനുള്ള ഒരാളത്തം, ഒരു തന്റേടം ഞങ്ങൾ ഇസ്ലാമിന് വേണ്ടി ചെയ്തു, ഇസ്ലാമിന്റെ ജിഹാദ് കൊണ്ട് ചെയ്തു എന്ന് പറയാൻ എന്തിന് ഭീരുക്കളായി ഓടണം? എന്നിട്ട് അതിന്റെ പേരിൽ അവരുടെ മാതാപിതാക്കൾ പിന്നീട് വേട്ടയാടപ്പെടും. അല്ലേ? ഞാൻ ആലോചിക്കുകയായിരുന്നു, കണ്ണൂരിലൂടെ കടന്നപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒരു കുട്ടി അനാഥനായാൽ, ഒരച്ഛൻ മരിച്ച് 2-3 കുട്ടികൾ അനാഥരായാൽ എന്തുണ്ടാവും അറിയോ? അവര് വളരുന്ന സ്കൂളിൽ
അച്ഛനുണ്ടായിരുന്നെങ്കിൽ എന്റെ ഗതി ഇതാകുമായിരുന്നില്ല. എന്റെ അച്ഛനെ കൊന്നവർ അതിതാ ഇവന്റെ തന്തയും ഇവന്റെ അനുയായികളുമാണ്. ഈ കുട്ടിയുടെ എന്റെ കൂടെ ഇരുന്ന എന്റെ ക്ലാസ്സിലിരിക്കുന്ന ഈ 8ാം ക്ലാസ് വിദ്യാർത്ഥിയായ സുരേഷ്, അവൻ BJP-കാരനാണ്, അവൻ RSS-കാരനാണ്, അവൻ CPM-കാരനാണ്, അവൻ NDF-കാരനാണ്, അവൻ ലീഗുകാരനാണ്. അവന്റെ അച്ഛനും അവന്റെ പാർട്ടികളുമാണ് എന്റെ അച്ഛനെ കൊന്നത്. അതുകൊണ്ട് അവന് സ്കൂളിൽ കടാര കൊണ്ടുവരുന്നു. നാദാപുരത്തെ പല സ്കൂളുകളിലും 8ാം ക്ലാസും 9ലും പഠിക്കുന്ന കുട്ടികൾ പിച്ചാത്തിയുമായിട്ടാണ് വരുന്നത്. ഇത് ഞാൻ വെറുതെ പറയുകയല്ല. എന്റെ ജ്യേഷ്ഠനാ സ്കൂളിൽ വർക്ക് ചെയ്തപ്പോ ഒരു പെൺകുട്ടി വന്നിട്ട് എന്റെ ജ്യേഷ്ഠനോട് പറഞ്ഞു, മാഷേ, നിങ്ങളോട് എനിക്ക് സ്നേഹമുണ്ടൊരു അധ്യാപകൻ എന്ന നിലയിൽ നിങ്ങൾ ഇതിനെപ്പറ്റി പറയരുത്. ഇവിടെ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ ആയുധവുമായിട്ടാണ് വരുന്നത്. അവർ നിങ്ങൾക്കെതിരെ പ്രയോഗിക്കും. അതാണ് കേരളം. മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ എന്ന മനുസ്മൃതി ഇന്ന് തോട്ടിലേക്ക് വലിച്ചെറിഞ്ഞു ഈ ജനത. ആചാര്യ ദൈവതുല്യം സ്നേഹിക്കുന്ന ലോകമല്ല ഇത്. സ്കൂളിന്റെ മുറ്റത്ത് വിദ്യാർത്ഥികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നതിനിടയിൽ അധ്യാപകനെ വെട്ടിനുറുക്കി കശാപ്പാക്കിയ നാടായത്. ഇത് ദൈവത്തിന്റെ സ്വന്തം നാടോ സാത്താന്റെ നാടായി ഈ നാട് മാറിയതിന്റെ പിന്നിൽ ഞാൻ ഉറച്ചു പറയുന്നു, മതപുരോഹിതന്മാർ, രാഷ്ട്രീയ മേലാളന്മാർ, അവർക്കൊക്കെ അതിൽ പങ്കുണ്ട്. ആരെയും പഴിചാരിക്കൊണ്ടല്ല ഞാൻ പറയുന്നത്. സത്യം സത്യമായി, സത്യമേവ ജയതേ യദോ ധർമ്മസ്തോ ജയ ജഅൽ ഹഖ് വസഅൽ ബാതിലു ഇന്നൽ ബാതില കാന സഊക എന്ന പ്രകൃതി സത്യം, സത്യത്തിന് വേണ്ടിയുള്ള വാദം യുവാക്കളെ, യുവതലമുറയോടാണ്. നശിക്കാനുള്ളതല്ല. പുകവലിച്ചും കഞ്ചാവടിച്ചും മദ്യത്തിനടിമപ്പെട്ടും നാക്കാലികളെ പോലെ മറഞ്ഞു വീണ് കിടക്കാനുള്ളതല്ല നിന്റെ യൗവനം. നാർക്കോട്ടിക് അല്ലെ നമ്മുടെ ഇന്ത്യയിലെ മയക്കുമരുന്നിന്റെ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഞെട്ടിക്കുകയാണ്. കേരളത്തിൽ കൊച്ചിയും മട്ടാഞ്ചേരിയും, കോഴിക്കോട് നിങ്ങൾക്കറിയും, കോഴിക്കോട് ടൗണിൽ KSRTC സ്റ്റാൻഡിൽ, അതുപോലെ ഒഫീഷ്യൽ ബസ് സ്റ്റാൻഡിൽ, പരിസര പ്രദേശങ്ങളിൽ, റെയിൽവേ സ്റ്റേഷനടുത്ത് ഈ ഉള്ളവൻ, ഞാനൊരു പോലീസുകാരനല്ല, പക്ഷേ പോലീസുകാരെ പോലെ രാവും പകലും രാത്രി മുഴുവനും പരിപാടികൾ കഴിഞ്ഞ് ഇത്തരത്തിലുള്ള താവളങ്ങളിൽ തങ്ങി പലരുടെയും ക്രയവിക്രയങ്ങൾ കാണേണ്ടി വരികയും പലപ്പോഴും പ്രതികരിക്കേണ്ടി വരികയും ചെയ്തിട്ടുള്ള ഇന്ത്യ മഹാരാജ്യത്തിലെ 107 കോടി ജനങ്ങളിലെ ഒരു പൗരൻ എന്ന നിലയിൽ ഞാൻ പറയുന്നു, ഈ നാട് നാശകർത്തത്തിലാണ്. യുവാക്കളെ, നിങ്ങൾ എന്തെടുക്കുന്നു എന്ന് ആരും മാമുനിവര്യന്മാരും ഋഷീശ്വരന്മാരും വന്ന് ഈ നാടിനെ രക്ഷപ്പെടുത്തും നിങ്ങൾ വിചാരിക്കണ്ട, നിങ്ങൾ വിശ്വസിക്കണ്ട. ഇനി നമ്മൾ പൂവിട്ട് പൂജിച്ചാരാധിക്കുന്ന രാഷ്ട്രീയ നായകന്മാരും മതപുരോഹിതന്മാരുണ്ടല്ലോ. ഇവരുടെ രാജകൊട്ടാരങ്ങളിൽ ഭാര്യയുടെ കൂടെ അന്തി ഉറങ്ങുമ്പോഴും ഇവിടെ പെൺകുട്ടി ദീനരോധ